നമസ്കാരം. മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നത്, നമുക്ക് പെട്ടെന്ന് തന്നെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും 10 മണിക്കും സ്കൂളില്ലാത്ത ദിവസമെന്ന് വെച്ചാൽ 4 മണിക്കോ 3 മണിക്കോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ് കേട്ടോ. അപ്പോൾ സാൻഡ്വിച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതിൽ കാബേജ് ഇടാം, ക്യാപ്സിക്കം ഇടാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ടാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഒരു സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാരറ്റ്, ഒരു 2 മല്ലിയില എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 തക്കാളി, കുറച്ച് ബീൻസ്, പിന്നെ ബ്രെഡാണല്ലോ മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ വേറൊരു കാര്യം ഞാൻ പറയാം, ചീസ് സാൻഡ്വിച്ചാണത് കേട്ടോ. അപ്പോൾ ഈ സാൻഡ്വിച്ചിൻ്റെ പേരെന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും അധികം ഇതിലിടുന്നത് ചീസാണ് കേട്ടോ. അപ്പോൾ ഡബിൾ ലെയറായിട്ടാണ് വെക്കുന്നത്, ഡബിൾ ചീസ് സാൻഡ്വിച്ച് എന്ന് പറയാം. അപ്പോൾ ആദ്യം ഇത് നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ആ പരിപാടി നമുക്ക് ചെയ്യാം. അപ്പോൾ അത് ഞാൻ അങ്ങനെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തു, മറ്റേതൊക്കെ ഞാൻ തേണ്ട പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ കേബേജ് ആയാലും ക്യാപ്സിക്കം ആയാലും പച്ചയ്ക്ക് തന്നെയാണ് നമ്മൾ ബ്രെഡിൻ്റെ മുകളിൽ പരത്തുക. പക്ഷേ ഞാനിത് ജസ്റ്റ് ഒന്ന് ചൂടാക്കേണ്ട, കാരണം ഞാൻ ബീൻസും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആ പച്ചമണം അങ്ങോട്ട് മാറട്ടെ വിചാരിച്ചിട്ടാണ്. വല്ലാതെ വേവിച്ചെടുക്കൊന്നും വേണ്ട, ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക, അത്രമാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഗ്യാസ് കൊളുത്തിയിട്ട്. കറണ്ട് ഇല്ല കേട്ടോ, കറണ്ട് പോയിരിക്കുകയാണ്, ക്ഷമിക്കണം. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നേ വേണ്ടുള്ളൂ. കുറച്ച് ബട്ടർ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത്, ഇതിൽ ചീസ് വേണം. ചീസ് ഞാനിപ്പോൾ ഇടുന്നില്ല കേട്ടോ. കാബേജ് നല്ലതാണ്, ക്യാപ്സിക്കം നല്ലതാണ്, നിങ്ങളുടെ കയ്യിലുള്ള ഐറ്റംസൊക്കെ ഇട്ടോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി, ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി പച്ചമണം ഒന്ന് മാറുക മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ബീൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, പക്ഷേ എനിക്കിഷ്ടമാണ്. ബീൻസ് നല്ല ടേസ്റ്റാണ് കേട്ടോ സാൻഡ്വിച്ചിൽ ഇട്ട് കൊടുത്താൽ. പക്ഷേ മറ്റേതിനെക്കാട്ടിലും കുറച്ചധികം വേവുണ്ടല്ലോ, അത് കാരണം മാത്രമാണ്. അല്ല, അങ്ങനെ കഴിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ ചൂടാക്കേണ്ട കാര്യമേ ഇല്ല കേട്ടോ. ക്യാപ്സിക്കം കാബേജും ഒക്കെ വെച്ചാൽ അതേപോലെ തന്നെ ചെയ്താൽ മതി. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ ജസ്റ്റ് ഒരു മിനിറ്റ് കേട്ടോ, ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് അല്ലാതെ ചൂടൊന്നുമില്ല, നല്ല ഉള്ള ചൂട് ആറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേണ്ടത് ചില്ലി ഫ്ലേക്സ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തോളൂ. ഇതൊക്കെ ഓപ്ഷനിലാണ്, പക്ഷേ ഇത് വേണം. കാരണം എന്താ വെച്ചാൽ ചീസും ചില്ലിയും കൂടിയുള്ള സാൻഡ്വിച്ചാണ്. അപ്പോൾ ഈ ചില്ലിയുടെ ഒരു ടേസ്റ്റ് വേണം. 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ, എരിയൊന്നുമില്ല. ഞാൻ ഇതന്നെ എടുത്ത് കഴിച്ച് നോക്കി, ഒരു എരിയില്ല. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ചേർക്കേണ്ടതുണ്ട് ചീസ്. അത് നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ ഇടണം കേട്ടോ. ചീസിൻ്റെ കട്ട കറണ്ടില്ലാത്ത കാരണം ഒന്ന് നന്നായിട്ട് മെൽറ്റ് മാതിരി ആയിട്ടുണ്ട്. എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചീസ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചീസ് എത്ര കണ്ടിടണോ അത്രയും ടേസ്റ്റാണ് കേട്ടോ. കാരണം ഇതിൻ്റെ പേരെന്നെ ചില്ലി ചീസ് സാൻഡ്വിച്ച് എന്നാണ്, ഡബിൾ ലെയേർഡാണ്. അപ്പോൾ നമുക്കിത് നല്ലോണം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ചീസ്. അപ്പം ഞാനൊരു 3 സ്ലൈസ് ബ്രെഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ബട്ടർ കേട്ടോ, നല്ല കട്ടായിരുന്നു, ഞാൻ ഒന്ന് ചൂടാക്കി. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, എത്ര വേണം, കുറച്ച് വേണോ കൂടുതൽ വേണോ, അല്ല അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ വേണ്ടേരും, ഞാൻ അതും പറയാം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ ബട്ടർ തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെയാണ് ഇത് സ്പ്രെഡ് ചെയ്യാൻ ഏറ്റവും നല്ലത് കേട്ടോ. 2 സ്ലൈസ് ബ്രെഡിൽ നന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ കണ്ടോ, 2 നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിങ്ങോട്ട് എടുത്ത് വയ്ക്കുക. അതിന് ശേഷം ഇതാ അങ്ങനെ
നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത സെറ്റ് ചെയ്യാം. ആദ്യം ഞാൻ ഒരെണ്ണം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനൊരു പാൻ വെച്ചിട്ട് കുറച്ച് ബട്ടർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഒന്ന് നന്നായിട്ട് ആയി എന്ന് തോന്നിയതിന് ശേഷം മാത്രം എണ്ണ മറിച്ചിടാൻ പാടുള്ളൂ. എന്തായാലും ഒരു 30 സെക്കൻഡ് ഇങ്ങനെ വെക്കണം. ജസ്റ്റ് ഇത് നമുക്ക് കൈ കൊണ്ട് തന്നെ എടുത്തു, ഞാൻ മറിച്ചിട്ട് കൊടുത്തു. ഇനി നന്നായിട്ടാവട്ടെ. നല്ല ഷേപ്പുള്ള ബ്രെഡ് കിട്ടണം കേട്ടോ. അത് എനിക്ക് കിട്ടിയത് ഇങ്ങനത്തെ ബ്രെഡാണ്. ചില ബ്രെഡ് ഉണ്ടല്ലോ നല്ല വലുതാവും, നല്ലൊരു ഷേപ്പിലുള്ളതാവും. സാരില്ല, ഷേപ്പ് നല്ല ടേസ്റ്റുള്ള കാര്യം. ഒന്നങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കളറ് വരണം കേട്ടോ. ഇപ്പോൾ കണ്ടോ, അങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടി ഉണ്ടാക്കാണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, മുകളിൽ നല്ല ക്രിസ്പിയാണ്. ഉള്ളിലാച്ച നമ്മൾ ചീസൊക്കെ ഇട്ട കാരണം നല്ല എന്താ പറയുക, സോഫ്റ്റാവും കേട്ടോ. വെറുതെ കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. എന്നാലും നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഉള്ളി കണ്ടോ, ഇത് കാണുമ്പോൾ ഒന്ന് കഴിച്ചാൽ തിരക്കടില്ലാന്ന് തോന്നുന്നുണ്ടാവും പല ആൾക്കാർക്കും, എനിക്കറിയാം, ഉറപ്പുണ്ട് എനിക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തു നോക്കൂ കേട്ടോ. അപ്പോൾ കണ്ടോ, വളരെ സ്വാദിഷ്ടമായ ഡബിൾ ലെയേർഡ് ചീസ് സാൻഡ്വിച്ച്, ചില്ലി സാൻഡ്വിച്ചുമാണ്. നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ കേട്ടോ കുട്ടികൾക്ക്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തരൽ പതിവുണ്ടല്ലോ, എല്ലാവരും വായ പൊളിച്ചിരുന്നോളൂ കേട്ടോ. കഴിച്ചോളൂ. എന്നിട്ട് എങ്ങനെയുണ്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം ഉണ്ടാക്കി നോക്കിയിട്ട്. അപ്പോൾ എല്ലാവരും കഴിച്ചോളൂ കേട്ടോ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ടാറ്റാ.